ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിൽ അവിടുത്തെ ഒസ്താൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പൊതുയോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുകയും മേലിൽ നീ അത് ചെയ്യരുത് എന്ന് ചങ്ങനാശ്ശേരിയിൽ നിർദ്ദേശം വരികയും ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഘാതകന്മാരും അന്തകന്മാരുമായി നാം നമ്മുടെ കേരളത്തിലെ പള്ളികളും പള്ളി കമ്മിറ്റികളും മാറുകയാണ്. ഒരുപക്ഷെ എനിക്ക് പലപ്പോഴും പറയാൻ തോന്നിയിട്ടുള്ളത്, കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പലയിടത്തുമുള്ള പള്ളി കമ്മിറ്റികളാണെന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീനിനോട് അശേഷം ബഹുമാനമില്ലാത്ത പള്ളി, ഇസ്ലാമുമായിട്ട് ആ പള്ളി കമ്മിറ്റിക്ക് ബന്ധമൊന്നുമില്ല. എനിക്ക് നന്നായി അറിയാം. അവിടുത്തെ അതുപോലത്തെ വലിയ പഴയ പള്ളിയിൽ ഞാനുണ്ടായിരുന്നു. ഇത് പുതിയ പള്ളിയാണ്. 8 വർഷം ഞാൻ അവിടെ കഴിഞ്ഞ ആളാണ്. അപ്പോൾ അതാണ് അവിടെ സ്ഥിതി. എന്താണ് കാര്യം? അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതൊരു ജനതയോടൊരു സമൂഹം സാമ്യപ്പെട്ടു അവൻ അവരിൽപ്പെട്ടവരാണ്. ആഘോഷത്തിലും അവിടെ ചന്ദനക്കുടം എന്ന് പറയുന്ന ഒരു ആഘോഷം നടക്കും. 2-3 ദിവസം നടക്കുന്ന ആഘോഷത്തിൽ ഇസ്ലാമിന് അവധി കൊടുക്കും. ഇമാമിനോട് പറയും വീട്ടിൽ പോയിക്കോളാൻ പറയും. കമ്മിറ്റിക്കാർ പൊക്കോളാൻ, വീട്ടിൽ പൊക്കോളാൻ. കാരണം ഞങ്ങൾ ഇസ്ലാമിന് 3 ദിവസം അവധി കൊടുത്തേക്കുക. അനിസ്ലാമികമായതെല്ലാം അവിടെ അരങ്ങേറും, നിർബാധം അരങ്ങേറും. അതിന് നേതൃത്വം കൊടുക്കുന്ന പള്ളി കമ്മിറ്റിയാണിത്. ഒരിടത്തല്ല, ഒരുപാട് പള്ളികളിൽ ഇങ്ങനെയുണ്ട്. ചില പ്രത്യേക വിഭാഗക്കാരെ മാറ്റി നിർത്തുന്നവർ. തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ അതുണ്ടോ? ഇതിനെയല്ലേ അറഫ പൊളിച്ചെഴുതിയത്? ഹാജിമാർ മടങ്ങിയെത്തുന്ന ഈ സമയത്ത് നമ്മളത് ഓർക്കണം. ഒരൊറ്റ പരിശുദ്ധമായ ഹജറിൽ ഇംഗ്ലണ്ടുകാരനായ യൂറോപ്യൻ മൂക്ക് വെച്ചിടത്ത് അടുത്തതായി മൂക്ക് വെച്ചത് സോമാലിയക്കാരൻ കറുത്തവനാണ്. ആ ഒരൊറ്റ ബിന്ദുവിൽ ആ ആരാധന ആ സമയത്ത് നിർവഹിക്കുന്ന ഒരാളെ ഉള്ളൂ, 2 പേരില്ല. അവിടെ തന്നെ വേണം ആ ചുംബനം നടത്താൻ. എന്തിന്? കറുത്തവൻ മൂക്ക് വെച്ചെടുത്ത് വെളുത്തവനും വെളുത്തവന്റെ മൂക്കും ചുണ്ടും അമർന്നിടത്ത് കറുത്തവൻ്റെതും അമരണമെന്ന് നിർബന്ധമുള്ള സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നിടത്ത് തൊഴിലിന്റെ പേരിൽ ഒരു പള്ളി കമ്മിറ്റി, അതെനിക്കറിയാം. കാരണം അവിടുത്തെ ചന്ദനക്കുടത്തിൽ ആനയും അമ്പാരിയും കൊട്ടും കൊരയും ഇവയുമായി വെള്ളിയാഴ്ചകളിൽ പള്ളിമുറ്റത്ത് ജുമാ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കയറി വരും. അതിന് നേതൃത്വം കൊടുക്കുന്ന പള്ളി കമ്മിറ്റിയാണ്. ഒരു ഇമാം അതിൽ പ്രതിഷേധിച്ച് രാജിവെച്ചു. താങ്ങാനാവാതെ ഈ രംഗം കണ്ടിട്ട് അതിനെതിരിൽ മതമൗലികവാദികൾ ചന്ദനക്കുടത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് കേരള ശബ്ദം പോലുള്ള മാസികകൾ 5-6 പേജുകളിലായി അദ്ദേഹത്തിന്റെ പടം വെച്ചുകൊണ്ട് വാർത്തകൾ ചമച്ചു. ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായ ആഘോഷങ്ങളിൽ കൂടരുത്. കാരണം ഏകദൈവം അംഗീകരിച്ചാലേ ഏകമാനവികത അംഗീകരിക്കപ്പെടൂ. വംശീയതയുടെ സ്വാധീനമുള്ള സമൂഹത്തിന്റെ അംഗീകാരത്തെ വലുതായി കാണരുത്. ജാതിയെ വലുതായി കാണുന്നവരായിരിക്കരുത് നിങ്ങളുടെ മാതൃക. അവരുടെ അംഗീകാരത്തെ വലുതായി കാണുന്നവരാണവർ. എനിക്ക് നന്നായി അറിയാം. വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ്, കേരളത്തിലെ ടൗണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സാണ്. അതിൻ്റെ 3-ാം നില പലിശ ബാങ്കിന് വാടകയ്ക്ക് കൊടുത്തു. ഇമാം പറഞ്ഞു പാടില്ല എന്ന്. ഇമാമിൻ്റെ കത്ത് നിർദാക്ഷിണ്യം തള്ളിയിട്ട് ബാങ്കിന് കൊടുത്തു. ആനയും അമ്പാരിയുമായി വെള്ളിയാഴ്ചകളിൽ ചന്ദനക്കുടം നടത്തും. ഇമാം രാജിവെച്ചല്ല, ഇമാം ലീവ് എടുത്ത് പോയിക്കൊള്ളണം ആ ദിവസങ്ങളിൽ. ഒരലിഖിത നിയമം പോലെയാണ്. ഇസ്ലാം അശേഷമില്ലാത്ത മുസ്ലിമീങ്ങൾ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം അവർക്കില്ല. പള്ളികളിൽ നടക്കുന്ന ആരാധനയല്ലാതെ മറ്റൊന്നും. അത്തരത്തിൽ നമ്മളായി മാറിയാൽ നാം അല്ലേ യഥാർത്ഥത്തിൽ UCCക്ക് യഥാർത്ഥത്തിൽ വഴിവെച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ പൊളിച്ചെഴുതി ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കണമെന്ന് പറയുന്നവർക്ക് ദുഷ്ടലാക്കാനുള്ളത് നമ്മൾ പറയുമ്പോഴും അത് പറയാൻ അവസരം നൽകുന്നത് ഇസ്ലാമിന്റെ UCC മുഴുവൻ മനുഷ്യർക്കും ഏകീകൃത സിവിൽ കോഡ് നൽകിയ ഇസ്ലാമിന്റെ സംസ്കാരത്തെ പള്ളികൾ പൊളിക്കുമ്പോഴല്ലേ എന്ന്. പള്ളികൾ പൊളിക്കുന്നു. ഒരു പള്ളിയല്ല, കോട്ടയം ജില്ലയിൽ തന്നെ ഒരുപാട് പള്ളികളുണ്ട് ഇതുപോലെ. ഒരു പള്ളി കമ്മിറ്റി എൻ്റെ അടുത്ത് വന്നിരുന്നു. ഉസ്താദ് കുറേ നാൾ അവിടെ വന്ന് നിൽക്കണം, അവിടെ ഒരു പ്രത്യേക വിഭാഗത്തിന് മെമ്പർഷിപ്പ് കൊടുക്കില്ല, അതിനൊന്ന് സപ്പോർട്ട് തരണമെന്ന് പറഞ്ഞിട്ട്. പല പള്ളികളും, വലിയ പള്ളിയാ, ചെറിയ പള്ളിയൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഈ വൃത്തികേടുകൾ ഇസ്ലാമിൻ്റെതല്ല. ഇന്നിപ്പോൾ ഇസ്ലാമിനെയാണ് അതിൻ്റെ പേരിൽ പലരും പഴിക്കുന്നത്. ഇസ്ലാമില്ലാത്ത മുസ്ലിമീങ്ങളുടേത് മാത്രമായ ഇസ്ലാമില്ലാത്ത പള്ളികൾ കേരളത്തിൽ ധാരാളമുണ്ട്. അവർ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. RSSകാർ അത്രയും വലിയ ശത്രുക്കളല്ല. ഈ തിരിച്ചറിവ് ഓരോ നാട്ടിലും ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിനുണ്ടാകണം. ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവിടേക്ക് നമ്മെ നയിക്കുന്നത്, ഈ യൂണിഫോം സിവിൽ കോഡ് വാദത്തിന് ബലം പകരുന്നത് എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം എൻ്റെ പ്രിയപ്പെട്ട സമുദായം ഈ പ്രശ്നത്തോട് ഉള്ള പ്രതിഷേധം റിജക്റ്റ് UCC എന്ന് പറഞ്ഞുകൊണ്ട് ലോ കമ്മീഷന് മെസ്സേജ് അയക്കാൻ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, അള്ളാഹു നാം വരുത്തി വെച്ച വിനകൾക്ക്
നാം വില കൊടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിലുണ്ടാകുന്ന വിള്ളലാണ്, നമ്മളിലുണ്ടാകുന്ന അനിസ്ലാമികതയാണ്, നാം വലിച്ചെറിയുന്ന അള്ളാഹുവിൻ്റെ മതമാണ് നമുക്ക് ഭീഷണിയായി നാളുകളിൽ വരിക എന്നോർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മതത്തിൽ ഉറച്ചു നിൽക്കാൻ ജാഗരൂകരായില്ല എങ്കിൽ കെടുതികൾ രൂക്ഷമാണ്. മഴക്കെടുതികൾ വീണ്ടും തിരിച്ചു വരികയാണ്. തോരാമഴ അള്ളാഹു കാക്കുമാറാകട്ടെ. മഴ പെയ്യുമ്പോൾ റസൂലുള്ളാഹി പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ കാന ഇദാ റഅൽ മതർ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. മഴ കാണുമ്പോഴേ റസൂലുള്ള അള്ളാഹുവെ പ്രയോജനകരമായ മഴയാക്കി തരണമേ, ഇത് അപകടകരമായ മഴയാകാൻ സാധ്യതയുണ്ടെന്ന് പുണ്യ റസൂൽ പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ എന്ന ആത്മാർത്ഥമായും നമുക്ക് പ്രാർത്ഥിക്കാം. ഹാജിമാർ തിരിച്ചെത്തുന്നു. ഇബ്രാഹിമിന്റെ വംശീയതയില്ലാത്ത സന്ദേശവും പേറി അവരെ കാണുമ്പോൾ പ്രാർത്ഥിക്കണം, ഖബിൽ അല്ലാഹു ഹജ്ജക്ക, നിന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ, വഗഫറ ദംബക്ക, നിന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കട്ടെ, വഖലഫ നഫഖത്തക്ക, നീ ചെലവാക്കിയത് അള്ളാഹു വേഗം തിരിച്ചു തരട്ടെ എന്ന്. തിരിച്ചു തരും. പോയവരെല്ലാം അതിന് സാക്ഷിയാണ്. അള്ളാഹു ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ വാഗ്ദാനം സാക്ഷാത്കരിക്കപ്പെടുന്ന പവിത്രമായ സന്ദേശത്തെ കളങ്കമില്ലാതെ മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിന് സഹായകമായ സാഹചര്യം അള്ളാഹു തആല സൃഷ്ടിച്ചു തരുമാറാകട്ടെ. അതിന് നമ്മളാൽ ആവുന്ന ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കുവാൻ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.